തൃശൂരിൽ വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തു. പുന്നയൂർകുളത്താണ് സംഭവം. അച്ഛന്റെ കൂട്ടുകാരാണ് പീഡിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനി. അധ്യാപികയോടാണ് പെൺകുട്ടി വിവരം പറഞ്ഞത്. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായി. വിവരങ്ങളുമായി രാജു ഗുരുവായൂർ ചേരുന്നു. രാജു, ഞെട്ടലുണ്ടാക്കുന്ന സംഭവമാണ്. അച്ഛന്റെ കൂട്ടുകാർ പീഡിപ്പിച്ചു എന്ന് വിദ്യാർത്ഥിനി പറഞ്ഞു എന്നറിയുന്നു. എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അശ്വതി, തൃശൂർ പുന്നയൂർകുളത്താണ് സംഭവം നടന്നത്. +2 പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ അച്ഛന്റെ സുഹൃത്തുക്കൾ ചേർന്നാണ് പീഡിപ്പിച്ചത്. സംഭവം നടന്നത് മെയ് മാസത്തിലാണ്. ഈ 13-ാം തീയതി, അതായത് ഈ മാസം 13-ാം തീയതി സ്കൂളിൽ കൗൺസിലിംഗിനിടെയാണ് കുട്ടി അധ്യാപികയോട് ഈ വിവരം പറഞ്ഞത്. ഉടൻ തന്നെ പോലീസിൽ വിവരം അറിയിക്കുകയും ഉടനെ പോലീസ് കേസെടുത്ത് അന്ന് തന്നെ 14-ാം തീയതി തന്നെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബാക്കി 2 പേർ കൂടി പ്രതികളായി കിട്ടാനുണ്ട്. അവർക്ക് വേണ്ടി പോലീസ് അന്വേഷണം തുടരുകയാണ്. ഗുരുവായൂർ ACPയുടെ നേതൃത്വത്തിൽ വടക്കേക്കാട് പോലീസാണ് പ്രതികൾക്കായി തെരച്ചിൽ നടത്തുന്നത്. അശ്വതി, ഈ കുട്ടി കൗൺസിലിംഗിലാണ്, സ്കൂളിലെ കൗൺസിലിംഗിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് എന്ന് അറിയുന്നു. രാജു, ഈ കുട്ടിയുടെ മാനസിക നിലയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണോ കൗൺസിലിംഗ് നടത്തിയത്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാണോ? കഴിഞ്ഞ ദിവസം 13-ാം തീയതിയാണ് സ്കൂളിൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തിയത്. കുട്ടികൾക്കായുള്ള പ്രത്യേക ഒരു കൗൺസിലിംഗ് പരിപാടിയിലായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം നടന്നതിനെ കുറിച്ച് കുട്ടി അധ്യാപികയോട് വെളിപ്പെടുത്തിയത്. ഇതനുസരിച്ച് ചൈൽഡ് ലൈൻ പ്രവർത്തകർ ഉടൻ തന്നെ എത്തുകയും ഇവരാണ് പോലീസിൽ വിവരം അറിയിച്ചത്. പോലീസിൽ വിവരം അറിയിച്ച ഉടനെ തന്നെ പോലീസ് കേസെടുക്കുകയും പിറ്റേന്ന് തന്നെ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇയാളെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അശ്വതി, ശരി. തൃശൂരിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം. വിദ്യാർത്ഥിനിയെ +2 വിദ്യാർത്ഥിനിയെ കൂട്ടബലാത്സംഗം ചെയ്തിരിക്കുന്നു. പുന്നയൂർകുളത്ത് അച്ഛന്റെ കൂട്ടുകാരാണ് പീഡിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനി സ്കൂളിലെ കൗൺസിലിംഗിനിടെ അധ്യാപികയോട് പറയുകയായിരുന്നു. അവരാണ് പിന്നീട് പോലീസിൽ വിവരം അറിയിച്ചത്. ഈ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായിട്ടുണ്ട്. മറ്റ് 2 പേർക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. രാജു ഗുരുവായൂരാണ് വിവരങ്ങൾ നൽകിയത്. തീരപ്രദേശത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി വിഴിഞ്ഞം അദാനി തുറമുഖം ഉപരോധിച്ച ലത്തീൻ സഭ. വിവിധ രൂപതകളുടെ നേതൃത്വത്തിൽ 100 കണക്കിന് മത്സ്യത്തൊഴിലാളികളാണ് തുറമുഖ കവാടം ഉപരോധിക്കുന്നത്. ഇതിനിടെ സമരക്കാരുമായി ചർച്ചയ്ക്ക് സന്നദ്ധമാണെന്ന് സർക്കാർ അറിയിച്ചെങ്കിലും സമരം നിർത്തിവെച്ച ചർച്ചയ്ക്കില്ലെന്നാണ് ലത്തീൻ സഭയുടെ നിലപാട്. പ്രതികൂല കാലാവസ്ഥയല്ലെങ്കിലും രൂക്ഷമായ കടലേറ്റം. തീരം കടലെടുക്കുന്നത് മൂലം ഭവനരഹിതരായവർ നിരവധി. വിഴിഞ്ഞം അദാനി തുറമുഖ നിർമ്മാണം ആരംഭിച്ചതാണ് ഇപ്പോഴത്തെ രൂക്ഷമായ അവസ്ഥയ്ക്ക് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികളും ലത്തീൻ രൂപതയും. സമരത്തിന്റെ 4ാം ഘട്ടമായിട്ടാണ് തുറമുഖം ഉപരോധിച്ചത്. കരിദിനം പ്രഖ്യാപിച്ച് രാവിലെ പള്ളികളിൽ കരിങ്കൊടി ഉയർത്തി. 5 തെങ്ങ് മുതൽ പൂവാർ വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും 100 കണക്കിന് പ്രതിഷേധക്കാർ തുറമുഖ കവാടത്തിങ്കൽ സമരം ആരംഭിച്ചു. സമരക്കാരെ തുറമുഖത്തിനുള്ളിലേക്ക് കടത്തിവിടാതിരിക്കാൻ പോലീസ് ബന്ദോബസ്ത് ഒരുക്കി. തുറമുഖ നിർമ്മാണ ജോലിക്കാരെ അകത്തേക്ക് കയറ്റിവിടാൻ സമരക്കാർ അനുവദിച്ചില്ല. പിന്നാലെ സർക്കാരിന്റെ അനുരഞ്ജന നീക്കം. മന്ത്രിതല ഉപസമിതി രൂപീകരിച്ച് പുനർഗേഹം പദ്ധതി പ്രകാരം വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുമെന്ന വാഗ്ദാനം. ഒപ്പം സമരക്കാരുമായി ചർച്ചയ്ക്കും തയ്യാർ. ഫിഷറീസ് വകുപ്പ് മന്ത്രി രൂപത അധികൃതരുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്നുള്ള സന്ദേശം നൽകിയിട്ടുണ്ട്. ഏത് പ്രശ്നവും രമ്യമായി ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നിലപാട്. എന്നാൽ സമരം നിർത്തിവെച്ചുള്ള ചർച്ച ലത്തീൻ സഭ തള്ളി. മന്ത്രിതല ഉപസമിതിയിലും സഭയ്ക്ക് വിശ്വാസമില്ല. ജൽപ്പനങ്ങൾ നടത്തുന്നത് മന്ത്രി ദേവർകോവിൽ നിർത്തണം. അദ്ദേഹം ഈ കേരളത്തിന്റെ ഈ പരിച്ഛേദം തന്നെ അറിയുന്ന ആളാണെന്ന് സംശയിക്കുന്നു. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിൽ സർക്കാരിന് അനുകൂല നിലപാടാണെങ്കിലും തുറമുഖ നിർമ്മാണം നിർത്തിവെക്കണമെന്നടക്കമുള്ള ആവശ്യങ്ങൾ ചർച്ചയിൽ കല്ലുകടിയാകും. തുറമുഖം ഉപരോധിച്ചുള്ള സമരം വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് പ്രഖ്യാപനം. 22-ന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിനാൽ സമരം അങ്ങോട്ടും വ്യാപിപ്പിക്കും. ഇതേ രീതിയിൽ വരും ദിവസങ്ങളിലും സമരം തുടർന്നാൽ വിഴിഞ്ഞം അദാനി തുറമുഖ നിർമ്മാണം പൂർണ്ണമായി നിർത്തിവെക്കേണ്ടി വരും. ഉണ്ടാകാൻ പോകുന്ന ഗുരുതരമായ പ്രതിസന്ധി മുന്നിൽ കണ്ടാണ് സർക്കാരിന്റെ നീക്കം. അനുദയ നീക്കങ്ങൾ എത്ര കണ്ട് ഫലം ചെയ്യുമെന്ന് കണ്ടറിയേണ്ടതുണ്ട്. വിഴിഞ്ഞത്ത് നിന്നും ക്യാമറാമാൻ ശിവപ്രസാദിനൊപ്പം DG സജിത്, ന്യൂസ് 18.
ലോകായുക്ത നിയമ ഭേദഗതിയിൽ മന്ത്രിസഭാ യോഗത്തിൽ എതിർപ്പറിയിച്ച് CPI മന്ത്രിമാർ. ഈ രൂപത്തിൽ നിയമവുമായി മുന്നോട്ടു പോകാനാകില്ലെന്നും രാഷ്ട്രീയ കൂടിയാലോചന വേണമെന്നും ആയിരുന്നു CPI മന്ത്രിമാരുടെ ആവശ്യം. ഓർഡിനൻസിൽ മാറ്റം വരുത്തുന്നത് നിയമപരമായി എളുപ്പമല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ചർച്ചയാകാമെന്ന് ഉറപ്പു നൽകി. വൈകാതെ ഉഭയകക്ഷി ചർച്ച നടക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. ലോകായുക്ത നിയമ ഭേദഗതിയിൽ CPIയുടെ എതിർപ്പ് തുടരുകയാണ്. ബില്ല് സഭയിൽ കൊണ്ടുവരുന്നതിന് മുൻപ് ചർച്ച വേണമെന്ന പാർട്ടി നിലപാട് മന്ത്രിമാരായ കെ രാജനും പി പ്രസാദും മന്ത്രിസഭായോഗത്തിൽ മുഖ്യമന്ത്രിയെ അറിയിച്ചു. രാഷ്ട്രീയ കൂടിയാലോചനയില്ലാതെ മുന്നോട്ടു പോകാനാകില്ല. ഈ രൂപത്തിൽ നിയമം നടപ്പാക്കാൻ പാടില്ലെന്നും മന്ത്രിമാർ പറഞ്ഞു. സാങ്കേതികമായും നിയമപരമായുമുള്ള തടസ്സങ്ങൾ ഉണ്ടെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. ഒടുവിൽ മന്ത്രിമാർ നിലപാടിൽ ഉറച്ചു നിന്നതോടെ രാഷ്ട്രീയ കൂടിയാലോചനയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ചർച്ചയിൽ പാർട്ടി നിലപാട് വ്യക്തമാക്കുമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അത് നിയമസഭയിലാണല്ലോ പാസ്സാക്കുന്നത്, ക്യാബിനറ്റിലല്ല ബില്ല് പാസ്സാക്കുന്നത്, നിയമസഭയിലാണ് ഇല്ല, അതൊക്കെ അതിന്റെ സമയത്ത് നടക്കും. ലോകായുക്ത വിധി പുനഃപരിശോധിക്കാനുള്ള അധികാരം മുഖ്യമന്ത്രിക്ക് നൽകുന്നതിനോട് CPIക്ക് യോജിപ്പില്ല. ഇതിന് സ്വതന്ത്ര സമിതി വേണമെന്നാണ് CPI നിർദ്ദേശിക്കുന്ന ഭേദഗതി. ഇതിനോട് CPM സമീപനം നിർണായകമാകും. മന്ത്രിസഭ ഓരോ കാര്യവും ചർച്ച ചെയ്ത് തീരുമാനങ്ങളെടുത്തു. ആ തീരുമാനം ഏകകണ്ഠമായിട്ട് തന്നെ അംഗീകരിക്കുന്നതാണ്. അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. തിങ്കളാഴ്ച സഭാ സമ്മേളനം ചേരുന്നതിന് മുൻപ് CPM CPI ചർച്ച നടക്കും. ഇരു പാർട്ടി നേതൃത്വങ്ങളും നിലപാടിൽ ഉറച്ചുനിന്നാൽ സമവായം അസാധ്യമാകും. സഭയിൽ ബില്ല് വോട്ടിനിടുമ്പോൾ അതിനെ എതിർത്ത് വോട്ട് ചെയ്യുന്നതടക്കമുള്ള കടുത്ത നിലപാടുകളിലേക്ക് CPIക്ക് കടക്കേണ്ടി വരും. അതിനിടെ നൽകാതെ പ്രശ്നം പരിഹരിക്കാനാണ് മുന്നണി നേതൃത്വത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. സർവകലാശാല വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ ചാൻസലർ കൂടിയായ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലിന് മന്ത്രിസഭയുടെ അംഗീകാരം. VCയെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഗവർണറുടെ പ്രതിനിധിയെ തീരുമാനിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്നതാണ് ബിൽ. സമിതി അംഗങ്ങളുടെ എണ്ണം 3 നിന്ന് 5 ആക്കി ഉയർത്തും. 22-ന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ പട്ടികയിലേക്ക് കേരളവും മാറുകയാണ്. വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണറുടെ അധികാരം വെട്ടിക്കുറയ്ക്കുകയാണ് കേരളവും. ഓർഡിനൻസുകളിൽ ഒപ്പിടാതെ സർക്കാരിനെ വെട്ടിലാക്കിയ ഗവർണർക്ക് അതേ നാണയത്തിലുള്ള തിരിച്ചടി. VCമാരെ തെരഞ്ഞെടുക്കാനുള്ള സമിതിയിൽ ഗവർണറുടെ പ്രതിനിധിയെ സർക്കാർ തീരുമാനിക്കും. കൂടാതെ സർക്കാർ പ്രതിനിധിയെയും ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനെയും ഉൾപ്പെടുത്തും. ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനായിരിക്കും സമിതി കൺവീനർ. സർക്കാർ, സിൻഡിക്കേറ്റ്, ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ എന്നിവയുടെ പ്രതിനിധികളുടെ ബലത്തിൽ സർക്കാരിന് സമിതിയിൽ മേൽക്കൈ കിട്ടും. ഈ സമിതിയുടെ ഭൂരിപക്ഷ അഭിപ്രായ പ്രകാരം നൽകുന്ന 3 പേരുടെ പാനലിൽ നിന്നാകണം ഗവർണർ VCയെ നിയമിക്കേണ്ടതെന്ന വ്യവസ്ഥയും കൊണ്ടുവരുന്നുണ്ട്. ഇതോടെ VC നിയമനത്തിൽ ഗവർണറുടെ അധികാരം കുറയും. നിയമപരിഷ്കാരങ്ങൾക്കുള്ള NK ജയകുമാർ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ബില്ല് കൊണ്ടുവരുന്നത്. കേരള സർവകലാശാല VCയുടെ കാലാവധി ഉടൻ അവസാനിക്കും. ഇതിനു മുൻപ് നിയമം കൊണ്ടുവരാനാണ് സർക്കാർ നീക്കം. എന്നാൽ ചാൻസലറുടെയും UGCയുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി VC നിർണയ സമിതിക്ക് ഗവർണർ രൂപം നൽകി. കേരള സർവകലാശാല പ്രതിനിധിയെ നിശ്ചയിക്കുന്ന മുറയ്ക്ക് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താമെന്ന വ്യവസ്ഥയോടുകൂടിയാണ് സമിതിയെ തീരുമാനിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. മസാല ബോണ്ട് കേസിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണത്തിന് സ്റ്റേ ഇല്ല. തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്ന കിഫ്ബി ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചില്ല. ED സമൻസ് നല്ല ഉദ്ദേശത്തോടെ അല്ലെന്നും പ്രവർത്തനം തടസ്സപ്പെടുത്തലാണ് ലക്ഷ്യമെന്നും കിഫ്ബി വാദിച്ചു. മസാല ബോണ്ടിന് RBIയുടെ അംഗീകാരം ഉണ്ടെന്നും ഫെമ ലംഘനം അന്വേഷിക്കേണ്ടത് റിസർവ് ബാങ്ക് ആണെന്നും കിഫ്ബി കോടതിയിൽ പറഞ്ഞു. വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാമെന്ന് ED ഹൈക്കോടതിയെ അറിയിച്ചു. ഇതേ തുടർന്ന് ED അന്വേഷണം സ്റ്റേ ചെയ്യാതെ ഹർജി സെപ്റ്റംബർ 2-ന് പരിഗണിക്കാൻ മാറ്റി. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്ക് malayalam.news18.com. വീണ്ടും വാർത്തകളിലേക്ക്. പാലക്കാട് മരുത റോഡ് CPM ലോക്കൽ കമ്മിറ്റി അംഗം ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 2 പേർ കസ്റ്റഡിയിൽ. കോട്ടക്കാട് സ്വദേശികളായ സിദ്ധാർത്ഥ്, നവീൻ എന്നിവരാണ് പിടിയിലായത്. ഷാജഹാന് നേരത്തെ വധഭീഷണി ഉണ്ടായിരുന്നതായി ബന്ധുക്കൾ പറഞ്ഞു. ഷാജഹാനെ വെട്ടിക്കൊലപ്പെടുത്തിയ 3-ാം പ്രതി നവീൻ, 5-ാം പ്രതി സിദ്ധാർത്ഥ് എന്നിവരാണ് പിടിയിലായത്. സിദ്ധാർത്ഥിനെ പൊള്ളാച്ചിയിൽ നിന്നും നവീനെ പട്ടാമ്പിയിൽ നിന്നും പിടികൂടിയെന്നാണ് സൂചന. മറ്റു ചിലർ കൂടി കസ്റ്റഡിയിലുണ്ടെന്നും ഇവരെ ചോദ്യം ചെയ്തു വരികയാണെന്നും പാലക്കാട് SP R വിശ്വനാഥ് പറഞ്ഞു. രാഷ്ട്രീയ വിരോധമാണോ കൊലപാതക കാരണമെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നും SP. അന്വേഷണം പുതിയ അന്വേഷണ സംഘം ഏറ്റെടുത്തിട്ടുണ്ട്. DYSP പാലക്കാടിന്റെ നേതൃത്വത്തിൽ പ്രതികൾക്കായിട്ടുള്ള ഊർജ്ജമായിട്ടുള്ള തെരച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലർ നമ്മൾ ചോദ്യം ചെയ്തു വരുന്നുണ്ട്, കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അന്വേഷണം നല്ല രീതിയിൽ പുരോഗമിക്കുന്നുണ്ട്. പിടിയിലായ നവീൻ
ഷാജഹാനെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായി എനിക്കെതിരെ. എന്നെ ആഗസ്റ്റ് 5 ആയിരുമ്പോൾ ആണുങ്ങളിപ്പോൾ കൊടി ഉയർത്ത് അന്ന് ഞാൻ കൊല്ലോടാവും. ആരോട് പറഞ്ഞു? എന്നോട് പറഞ്ഞു. ഷാജഹാനെ കൊല്ലുന്നാണോ പറഞ്ഞത്? ഇത് ആരാ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്? ആരാണ്? നവീൻ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ഷാജഹാനെ കൊലപ്പെടുത്തുന്നത്. ഞാൻ ഷാജഹാനെ കൊലപ്പെടുത്തുന്നുള്ള സംഭവത്തിൽ നവീന് വാട്സപ്പിൽ തന്നെ അയക്കുള്ളൂ. ആർക്കാണ് അയച്ചിരിക്കുന്നത്? ഷാജഹാൻ. നിവിൻ പറഞ്ഞ ആളാണ് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. 2-3 ദിവസം അവർ ചെറുതായിട്ട് ഒരു ഉടക്കുണ്ടായിരുന്നു. മറ്റേ ഇതിൻ്റെയൊക്കെ പാർട്ടിൻ്റെതോ എന്തോ കാര്യമായിട്ട് എന്തോ സംസാരിച്ചപ്പോൾ തെറ്റിയപ്പോൾ മൂപ്പൻ എന്തോ തെറി പറഞ്ഞപ്പോൾ ഒന്ന് അങ്ങനെ ചെറുതായിട്ടൊരു ഇഷ്യൂ ഒന്ന് ഉണ്ടെന്നുള്ളതായി. അടുത്തിടെ പാർട്ടിയിൽ നിന്നും വിട്ടുപോയവരാണ് ഷാജഹാനെ കൊലപ്പെടുത്തിയതെന്ന് പിതാവ് സുയൂബ് കുട്ടി പറഞ്ഞു. ഇവര് പാർട്ടി ഉള്ളവരാണ്, ഈ ചെയ്തവര് പാർട്ടിയിലുള്ള കൂട്ടുകാരാണ്, എൻ്റെ കൂട്ടുകാരാണ്, എന്തിനും എൻ്റെ കൂടെ ഉണ്ടാവും നാളാണ് ഇത് ചെയ്തിരിക്കുന്നത്. ആരുടെ കൂട്ടുകാർ? നമ്മുടെ മകൻ്റെ കൂട്ടുകാരായിരുന്നു. ആയിരുന്നല്ല, ആണ് എപ്പോഴും. കേസിൽ മറ്റു പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയെന്നും ഉടൻ പിടിയിലാകുമെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 പാലക്കാട്. ഓണത്തിന്റെ വരവറിയിച്ച് കാസർഗോഡ് മടിക്കൈ കോതാട്ടുപാറയിൽ കാക്കപ്പൂ വസന്തം. പൂക്കൾ വിരിഞ്ഞു തുടങ്ങിയതോടെ നീലപ്പട്ടുടുത്ത പോലത്തെ കാഴ്ചയാണ് ഇവിടം സഞ്ചാരികൾക്ക് നൽകുന്നത്. ഓണത്തിന് മുൻപേ വയലറ്റ് പൂക്കളുടെ മനോഹാരിത തീർത്ത് കോതോട്ടുപാറയിൽ കാക്കപ്പൂക്കൾ വിരിഞ്ഞു തുടങ്ങി. യൂറ്റിക്കുലേറിയ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന കാക്കപ്പൂക്കൾ ജൂലൈ അവസാനത്തോടെയാണ് വിരിയാൻ തുടങ്ങുന്നത്. വയലറ്റ് നിറത്തിൽ കാണപ്പെടുന്ന ഈ ചെറിയ പൂക്കൾ കൂട്ടമായാണ് പൊതുവെ കാണാറുള്ളത്. മടിക്കൈ പഞ്ചായത്തിലെ മലപ്പച്ചേരി, കോതോട്ടുപാറ, 3 റോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് കാക്കപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇക്കുറി പൂക്കൾ കുറവാണെന്ന് നാട്ടുകാർ പറയുന്നു. കാലാവസ്ഥ വ്യതിയാനമാകാം ഇതിന് കാരണമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. എല്ലാ ഓണത്തിന്റെ സമയത്തും പൂത്തു നിൽക്കുന്ന നമ്മളിവിടെ പറയുന്നത് കാക്കപ്പൂന്നാണ്. ഇപ്രാവശ്യം കോതോട്ടുപാറയിലാണ് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് എല്ലാ സമയത്തും ഇവിടത്തേക്ക് വെളിയിൽ നിന്ന് ആൾക്കാർ, പിന്നെ നമ്മളെ തൊട്ടടുത്തുള്ള പ്രദേശത്തു നിന്ന് ഇവിടത്തേക്ക് കാക്കപ്പൂ പറിക്കാൻ വേണ്ടിയിട്ട് കുടുംബസമേതം ഇവിടെ ആൾക്കാർ വരാറുണ്ട്. ഓണപ്പൂക്കളങ്ങളിൽ കോതോട്ടുപാറയിലെ പൂക്കളും സ്ഥാനം പിടിക്കാറുണ്ട്. കാക്കപ്പൂവിനോടൊപ്പം കൃഷ്ണപ്പൂവ്, വിവിധതരം കോളാമ്പിപ്പൂക്കൾ, ചൂത്, ആകാശനീലി, പാറനീലി തുടങ്ങിയ വ്യത്യസ്തങ്ങളായ പൂക്കളും ഇവിടെയുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. 3.5 വർഷം മുമ്പ് സന്ദർശക വിസയിൽ UAE-യിലെത്തിയ കോഴിക്കോട് സ്വദേശി ഹംസ ദുരിതത്തിൽ. വിസയോ മറ്റ് രേഖകളോ ഇല്ലാത്ത ഹംസയ്ക്ക് കഴിഞ്ഞ ദിവസം ഹൃദയസ്തംഭനമുണ്ടായതോടെ സഹായിക്കാൻ ആളില്ലാതെ റാസൽ ഖൈമയിൽ കുടുങ്ങിയിരിക്കുകയാണ്. റാസൽ ഖൈമയിലെ റോഡിൽ കഴിഞ്ഞ ദിവസം വീണുകിടന്ന കൊയിലാണ്ടി സ്വദേശി ഹംസയെ നാഷണൽ ആംബുലൻസ് ടീമാണ് ആശുപത്രിയിലെത്തിച്ചത്. ഹൃദയസ്തംഭനമായിരുന്നു. 3.5 വർഷം മുമ്പ് ജോലി തേടി സന്ദർശക വിസയിൽ റാസൽ ഖൈമയിലെത്തിയ ഹംസയെ കാത്തിരുന്നത് കടുത്ത ദുരിതങ്ങളായിരുന്നു. കാര്യമായ ജോലി കിട്ടിയില്ല. പാസ്പോർട്ടും കയ്യിലുണ്ടായിരുന്ന മറ്റ് രേഖകളുമൊക്കെ നഷ്ടമായി. പട്ടിണിയും പരിവട്ടവുമായി പലയിടങ്ങളിലും അലഞ്ഞു നടന്നു. റാസൽ ഖൈമയിലെ ഡുവിൻഡ ടവറിനടുത്താണ് താമസിച്ചതെന്ന് മാത്രം ഹംസയ്ക്കിപ്പോൾ ഓർമ്മയുണ്ട്. തളർന്നു കിടപ്പാണ്. റാസൽ ഖൈമയിലെ പൊതുപ്രവർത്തകനായ പുഷ്പൻ ഗോവിന്ദനാണ് ഹംസയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്യുന്നത്. ഇന്നലെ റാസൽ ഖൈമ സേഫ് ഹോസ്പിറ്റലിന് എന്നെ വിളിക്കുകയും അവിടെ വഴിയിൽ നടന്നു പോയ ഒരാൾ, കോഴിക്കോട് സ്വദേശി ഹംസയ്ക്ക് എന്ന് പറയുന്ന ആൾ നടന്നു പോവുകയും അയാൾ ഹാർട്ട് അറ്റാക്കായിട്ട് വഴിയിൽ വീഴുകയൊക്കെ ചെയ്തു. പുള്ളീനെ നാഷണൽ ആംബുലൻസ് എടുത്ത് സേഫ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. ICUയിലാണ്. കോഴിക്കോട് സ്വദേശിയാണ്. കോഴിക്കോട് സ്വദേശി കൊയിലാണ്ടിയാണ് സ്ഥലം. പാസ്പോർട്ടോ മറ്റു രേഖകളോ ഒന്നുമില്ല. വിസിറ്റിംഗ് വിസയിൽ ഇവിടെ വന്ന് കുറേ കാലമായി എന്ന് പറയുന്നുണ്ട്. നാട്ടിലേക്ക് മടങ്ങാൻ ഇപ്പോഴും ഹംസയ്ക്ക് ആഗ്രഹമില്ല. 4-5 ലക്ഷം രൂപ കടമുണ്ട്. നാട്ടിൽ കുടുംബമുണ്ടോ എന്ന കാര്യവും ഹംസ പറഞ്ഞിട്ടില്ല. ആരോഗ്യവും ഓർമ്മയും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഹംസയ്ക്ക് ഒരു കൈത്താങ്ങ് നൽകാൻ പ്രവാസി സംഘടനകളുടെ ഇടപെടൽ ആവശ്യമാണെന്ന് പുഷ്പൻ ഗോവിന്ദൻ പറയുന്നു. ന്യൂസ് 18 കോഴിക്കോട്. അവയവദാനത്തിലൂടെ നാടിന്റെ സ്നേഹാദരങ്ങൾ ഏറ്റുവാങ്ങിയ തിരുവനന്തപുരം ചേങ്കോട്ടുകോണം സ്വദേശി സന്തോഷ് കുമാർ ഇന്ന് ദുരിതത്തിലാണ്. അവശേഷിക്കുന്ന കിഡ്നിയും കരളും തകരാറിലായത് കാരണം എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാത്ത സന്തോഷ് കുമാർ കരുണ തേടുകയാണ്.
പട്ടിണിക്കിടക്കയിലും വൃദ്ധമാതാവും ഇളയ മകനും മാത്രമാണ് പരിചരണത്തിനായി ഈ യുവാവിനൊപ്പമുള്ളത്. ഏറ്റുനിൽക്കാൻ ശേഷിയില്ലാതെ സന്തോഷ് കുമാർ തളർന്നു കിടക്കുകയാണ്. ഇതന്നെയാണ് അവസ്ഥ. സ്വന്തം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവ ഇല്ലെങ്കിൽ അതും പാടാം. ഞാൻ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞുണ്ടാവും ഇന്ന് കെട്ടിയിട്ട് തന്നെ. പക്ഷേ ഞാൻ 190 ബ്ലഡ് കൊടുത്തു, 199 പ്രാവശ്യം ഇന്ത്യയിൽ ആദ്യമായിട്ട്. അങ്ങനെ 3-4 റെക്കോർഡുണ്ട്. നമ്മൾ ആരും തിരിഞ്ഞു കിട്ടില്ല. മോഹൻലാൽ മുതൽ VS അച്യുതാനന്ദൻ അവരെ ആദരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവരാണ് നോക്കണം. അവനെ കിട്ടുന്ന കോഴി ഞാൻ മുട്ടയൊക്കെ റോട്ടിൽ കൊണ്ട് കൊടുത്തിട്ടാണ് നോക്കുന്നത്. അപ്പോൾ കോഴി മുട്ടയിടണമില്ല. പരിചരിക്കാൻ കൂടെയുള്ളത് ആരോഗ്യ പ്രശ്നങ്ങൾ ഏറെയുള്ള വൃദ്ധയായ മാതാവ്, ഒപ്പം 7ാം ക്ലാസ്സുകാരൻ മകനും. കഞ്ഞി വയ്ക്കും, കൂട്ടാൻ വയ്ക്കാൻ ഒന്നും കാണില്ല. അരി ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ പൊഴിച്ച് ഞങ്ങൾ രണ്ടുപേരും കുടിക്കും. അവനും വേണ്ട. പിന്നെ ചിലപ്പം ചൂടുവെള്ളം, ചിലപ്പം തേയിലുള്ള, ചിലപ്പം പഞ്ചസാരാണമില്ല. അങ്ങനെ പോകണം. കുടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയാണെങ്കിൽ കിടക്കാൻ ആശുപത്രി കൊണ്ടുപോയാൽ മതി. രക്ഷപ്പെടുത്തിയെടുത്താൽ മതി. നമുക്കതേ ഉള്ളൂ. അങ്ങനെ അങ്ങ് പോകണം. എനിക്ക് ജോലിക്ക് പോകാൻ വയ്യ. ഞാൻ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്ന് ഞാൻ നോക്കിക്കൊണ്ടിരുന്നതാണ്. പക്ഷെ എനിക്ക് വയ്യ. എനിക്ക് 62 വയസ്സായി. ഇനി ഞാൻ എങ്ങനെ പോകും? ഇവിടുന്ന് മുകളിലോട്ട് കയറാൻ വയ്യ. കിടകിട വിറയ്ക്കും. രണ്ട് കാലിൻ്റെ സ്തംഭിച്ചു പോകും. ഒരു നിവർത്തിയും ഇല്ല. പക്ഷെ കുറേ ഇപ്പം ഗുളിക കൂടെയും കഴിക്കുന്നില്ല. അങ്ങനെ അങ്ങ് പോകണം. ഒരിക്കൽ നാടിന്റെ ആദരമേറ്റു വാങ്ങിയവരാണ് ഈ കുടുംബം. സുഹൃത്തിന്റെ മാതാവിന് സൗജന്യമായി വൃക്ക നൽകി. 199 തവണ രക്തദാനം നടത്തി. ഓട്ടോ തൊഴിലാളിയായിരുന്ന സന്തോഷ് കുമാറിന്റെ വാഹനത്തിൽ ക്യാൻസർ രോഗികൾക്ക് സൗജന്യ യാത്രയായിരുന്നു. എന്നാൽ രോഗം സന്തോഷിനെ കിടപ്പിലാക്കി. അവശേഷിക്കുന്ന വൃക്കയും കരളും തകരാറിലായി. ഇതിനിടെ ഭാര്യ കുടുംബ ബന്ധം ഉപേക്ഷിച്ചും പോയി. ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാതെ സന്തോഷ് കുമാർ സഹായ മനസ്സുകളുടെ കാരുണ്യത്തിലാണ് ഇതുവരെ ചികിത്സിച്ചത്. വൃക്ക മാറ്റിവെക്കുകയാണ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ ഇനി ഏക മാർഗം. പക്ഷേ ചിലവ് 69 ലക്ഷം രൂപ. സഹായ മനസ്കർക്ക് മുന്നിൽ വീണ്ടും കൈനീട്ടുകയാണ് ഈ കുടുംബം. ന്യൂസ് 18 തിരുവനന്തപുരം. മഴ നനയാതെ സ്വന്തം വീട്ടിൽ തലചായ്ച്ചുറങ്ങുക എന്ന സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് കോഴിക്കോട് തുറയൂരിലെ കിഴക്കാനത്ത് മുകളിൽ കോളനിയിലെ ഫാത്തിമയും രാധയും. പയ്യോളിയിലെ ജനമൈത്രി പോലീസാണ് വീട് പുനർനിർമ്മിച്ചു നൽകിയത്. നവീകരിച്ച വീടുകളുടെ താക്കോൽദാനം മന്ത്രി PM മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. അടച്ചുറപ്പില്ലാത്ത ചോർന്നൊലിക്കുന്ന വീട്ടിലായിരുന്നു ഫാത്തിമയും രാധയും താമസിച്ചിരുന്നത്. മഴയിൽ ചോർന്നൊലിക്കുന്ന വീടുകൾ കണ്ട പയ്യോളി സ്റ്റേഷനിലെ ബീറ്റ് ഓഫീസർമാർ മഴ നനയാതിരിക്കാൻ വീടുകൾക്ക് മുകളിൽ ആദ്യം ഷീറ്റ് സ്ഥാപിച്ചു. പിന്നീട് നാട്ടുകാരെ സംഘടിപ്പിച്ച് വീട് നിർമ്മിക്കാനും മുൻകൈയെടുത്തു. ജനകീയ കമ്മിറ്റിയാണ് വീടുകൾ നിർമ്മിക്കാനുള്ള ഫണ്ട് സമാഹരിച്ചത്. നമ്മുടെ വാർഡ് മെമ്പറായി അതിൻ്റെ ചെയർമാനായിട്ടും നമ്മുടെ അന്നത്തെ ജനമൈത്രിയുടെ പയ്യോളി പോലീസിലെ PR ആയിരുന്ന ശ്രീജിത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിക്കുകയും തുടർന്ന് നമ്മുടെ പോലീസിൻ്റെ ഇടപെടലിലൂടെ ഒരുപാട് ആളുകളെ കണ്ടെത്തി ഈ ഒരു ആവശ്യം അറിയിക്കുകയും ആ രീതിയിലുള്ള ഒരുപാട് സഹായ സഹകരണങ്ങൾ നമ്മുടെ തുറയൂരും അതുപോലെ തന്നെ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളിൽ നിന്ന് ലഭിക്കുകയും ചെയ്തു. തുറയൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PM മുഹമ്മദ് റിയാസ് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. സ്വപ്ന വീടിന്റെ താക്കോൽദാന കർമ്മമാണ് ബഹുമാനപ്പെട്ട MLA TP രാമകൃഷ്ണൻ അവരുടെ അധ്യക്ഷതയിൽ കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് റിയാസ് അവർ നിർവഹിക്കുകയാണ്. വരാന്തയും 2 മുറികളും അടുക്കളയും അടങ്ങിയ വീടുകൾക്ക് 11.5 ലക്ഷം രൂപയാണ് ചെലവായത്. പ്രദേശത്തെ ഉദാരമതികളുടെ സംഭാവനയും പഞ്ചായത്ത് ഭരണസമിതിയും നാട്ടുകാരും ഒത്തൊരുമിച്ചാണ് വീടുകൾ പൂർത്തിയാക്കാനായത്. താക്കോൽദാന ചടങ്ങിൽ മുൻമന്ത്രി TP രാമകൃഷ്ണൻ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരീഷ്, DYSP ഹരിപ്രസാദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. തിരുവനന്തപുരം ലുലു മാൾ നിർമ്മിച്ചത് തീരദേശ പരിപാലന നിയമം ലംഘിച്ചാണെന്ന ഹർജി സുപ്രീംകോടതി തള്ളി. വിവിധ ഘട്ടങ്ങളിലായി നടന്ന പരിശോധനകൾക്ക് ശേഷം ആവശ്യമായ അനുമതികൾ ലുലുവിന് ലഭിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് NV രമണ അധ്യക്ഷനായ ബെഞ്ച് ഹർജി തള്ളിയത്. ലുലു മാളിന്റെ നിർമ്മാണം തീരദേശ പരിപാലന നിയമം ലംഘിച്ചായിരുന്നുവെന്നും അനുമതി നൽകിയത് ക്രമവിരുദ്ധമായിട്ടാണെന്നുമായിരുന്നു ഹർജിക്കാരന്റെ വാദം. ആക്കുളം കായൽ, പാർവതി പുത്തനാർ എന്നിവയിൽ നിന്ന് നിയമപ്രകാരമുള്ള ദൂരം പാലിക്കാതെ മാൾ നിർമ്മിച്ചെന്നും അഭിഭാഷകർ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഹർജിക്കാരുടെ വാദം നിലനിൽക്കുന്നതല്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞു.